ആഹാ, അന്തർജന അകത്തുണ്ടായിരുന്നോ? നമ്പൂതിരിയല്ലേ അകത്ത്? ഓവറാക്കണ്ട, അന്തർജനമൊന്നല്ല. പിന്നെന്ത് മയിലാടാ? അതറിയത്തില്ല. ആ, മിസ്സിസ് നമ്പൂതിരി. നിന്നെയും കത്തിക്കും ഞാൻ തീട്ടത്തില്. ചേട്ടാ ചവിട്ടി നാറി, നീ പറഞ്ഞോടെ നാറ്റിക്കണ്ട. ശരി ചേച്ചി. ഇല വെട്ടിക്കോടാ, നിന്റെ അപ്പനെ കിടത്താം. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. ചേട്ടാ ഉണ്ട് ചേട്ടാ. ഇത് കണ്ട, ഇതുപോലെ പുതപ്പിക്കും ഞാൻ. കണ്ടാ, കാലിന് പണി കെട്ടി. എടുക്കെടുക്ക വണ്ടി. എന്റെ മുണ്ട് പോയാലെന്ത്, ചേട്ടൻ പൊളിച്ച്. താങ്ക് യു. കൃത്യനിഷ്ഠയില്ലാത്തവന്മാര്. നേരത്തെ വന്ന് നിപ്പുണ്ടാവന്മാര്. സഖാവ് ചെന്നോളൂ. അയ്യപ്പ സ്വാമി, വാ നമുക്കും കയറാം. ചേട്ടാ നല്ലോണം കഴിക്കും, ചെറിയ നാറ്റം എപ്പോഴും ഉണ്ട്. ശരിക്കും ശരിക്കും. ഡ്രൈവർ നിർത്ത. ഏത് ഡ്രൈവറിനാ? കുത്തുമ്പം കാണുന്ന. ഓ, പെൻ ഡ്രൈവ്. അത് അണ്ണന്റെ പോക്കറ്റിലാണ്. സഖാവേ, എൻ്റെ വീടും മില്ലും കടന്നാക്രമിച്ചു. പോരാത്തതിന് വധശ്രമം. കഷ്ടിച്ചാ ഞാൻ രക്ഷപ്പെട്ടത്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTVയിലുണ്ട്. സഖാവേ, നമ്മൾ എന്തെല്ലാം സമരമുറകൾ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയാണോ? ഈ നാട്ടിൽ എത്രയോ കേസുകൾ ജനങ്ങൾ തോൽക്കുന്നു എന്ന് വിചാരിച്ച് ഒരു ലോറിക്ക് ആളെ വിളിച്ച് പറമ്പിൽ തൂറിക്കാണ് ചെയ്യണത്. ഒന്നുമില്ല. ഹാർട്ട് അറ്റാക്ക്. മാധവ, സഖാവേ പറയൂ. ഇതൊരു ഉപകാരമായിട്ട് കൂട്ടിയാ മതി. എന്ത് തൂർണതാ? എടോ, ഇത് തെങ്ങിന് വളമല്ലേ? പിന്നെ വളം എങ്കിൽ കുറിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാം. സഖാവേ, സഖാവിന്റെ ഭാര്യയും കുട്ടികളും ആരെങ്കിലും അപമാനിച്ചാൽ സഖാവിന് സങ്കടം വരോ? മാധവ, സഖാവേ, ഇത് ഭാര്യയല്ല, പറമ്പ. സഖാവേ, ഞാൻ ഈ കേസ് അറിയുന്നത് തന്നെ നാട്ടുകാർ പറഞ്ഞിട്ടാ. അല്ലെ തന്നെ ഞാൻ ഇമ്മാതിരി അപ്പി കേസുമായിട്ട് പോകുന്നു സഖാവിന് തോന്നുന്നുണ്ടോ? ഈ പട്ടി ആ പരിസരത്ത് കണ്ടവരുണ്ട്. ഉണ്ട്. പട്ടിയല്ല, പെട്ടിന്നാണ് അയാൾ വിളിക്കുന്നത്. പെട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ചുമ്മാ ആരോപണങ്ങളല്ലേ സഖാവേ? കണ്ടവരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ. നീ കൊണ്ടുവരാൻ. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പാർട്ടിക്കാരായിപ്പോയി. അല്ലെങ്കിൽ ഈ കേസ് പുഷ്പം പോലെ പരിഹരിക്കായിരുന്നു. അട്ടെ, എത്ര പേരുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ആംബുലൻസ് വിളിക്കണോ? എത്ര പേരുണ്ടായിരുന്നു? തൂറാനോ? 15. അതെങ്ങനെ മാധവന് കൃത്യമായിട്ട് പറയാൻ പറ്റി? എന്തായാലും ചവിട്ടി. പിന്നെ നടന്നങ്ങോട്ട് ഞാൻ എണ്ണി. ലക്ഷണം കണ്ടിട്ട് അറ്റാക്ക് തന്നെ മേജർ. പുതിയ ലോക്കൽ സെക്രട്ടറിനെ നോക്കേണ്ടി വരുമോ? ഗ്യാസിന്റെ ഒന്നുമില്ല. ഇല്ല, അറ്റാക്കാണ്. വണ്ടി വിളിടാ. എന്തു എല്ലാരും വീണോ? മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാരും വീണോ? പോകുമ്പോ കഴിവുണ്ടാശാനെ. ആണോ? അണ്ണാ, ഇത് നോക്ക്. അതെങ്ങനെയുണ്ട്? കൊച്ചു പ്രായത്തെ അവന്റെ വെടിവെപ്പ്. ഇങ്ങോട്ട് വന്നേ, എനിക്ക് വേറൊരു കേസ് ചോദിക്കാനുണ്ട്. ആൾക്കൊന്നിന് 2000 വെച്ച് 20 പേരെ തൂറിപ്പിക്കാൻ 40,000 രൂപ നീ എൻ്റെ വാങ്ങി. എന്നിട്ട് അവന്റെ കണക്കിന് 15 പേരല്ലേടാ ഉള്ളു. ബാക്കി 10,000 രൂപ എവിടെ? അപ്പൊ ഞാൻ എടുത്തതാണ് അണ്ണൻ പറയുന്നത് 10,000 രൂപ. കണക്ക് പറയടാ. ഞാനല്ലേ? പിന്നല്ലാതെ അണ്ണാ, ഒരു 10,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് അരിച്ചാക്ക് മറിച്ചടിച്ചാൽ അണ്ണൻ്റെ RC ബുക്ക് പണയം വെച്ച് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുമായിരുന്നേ. അല്ലാതെ തീട്ടപ്പണിക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക്. നിന്റെ സെന്റ് കീർത്തി വണ്ടി കയറി. ചുമ്മാ അരി അണ്ണ, ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുത് ആരെയും. ഞാനങ്ങ് ഇല്ലാതെ ആയിപ്പോയി. അത് പറ്റി, നീ കയറി കരണ്ടോ വണ്ടി? എല്ലാരും തീറ്റിക്കാം എന്ന് വെച്ച് ഒന്നിച്ച് തൂറ്റിക്കാൻ പറ്റുമോ? ചേട്ടാ, വൈകുന്നേരം വരുമ്പോ അരിയുടെ കണക്കും RC ബുക്കും എന്നെ ഏൽപ്പിക്കണം. അതാണ്ട് വീണ്ടും വിശ്വാസക്കുറവ്. എന്താ ഇതിനകത്ത് ഇപ്പോഴൊരു നാറ്റമുണ്ട്.
ഇല്ല. ഞാൻ മാധവൻ ചേട്ടൻ്റെ കള്ള് മേടിച്ചു കുടിച്ചിട്ടുണ്ട്, പക്ഷെ കാശ് അടിച്ച് മാറ്റിയിട്ടില്ല. ശരിക്കും അവരുടെ കാശടിച്ച് മാറ്റിയത് വേറെ 2 പേരാണ്, ഒരു ചേട്ടനും ഒരു അനിയനും. ഇത് ഇച്ചിരി പോത്താ, ഇത്തിരി പന്നി. ഇവൻ തന്നെ. ഞങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ട് എനിക്കറിയാം, എന്റെ ചങ്കുണ്ടി ചേട്ടന്റെ പൈസ നാണം കിട്ടും. ഇതെല്ലാം നമ്മളല്ലേ സാർ? രണ്ട് കുഴലുള്ള തോക്ക്. കിളമക്കന്നെ ഉന്നം മറന്നോണ്ട് രക്ഷപ്പെട്ടു. എന്റെ അളിയ അങ്ങക്ക് എവിടെ നളിയാ തോക്ക് എടുത്ത് വെച്ച് വെടിവെച്ച് കളഞ്ഞളിയ അയാള്. ഞാൻ വിചാരിച്ചു ഉണ്ട ഇതുവഴി കയറി ഇതുവഴി പോകുമെന്ന്. എന്റെ അമ്മേ, ഹൈക്കോടതി കൊണ്ടുപോയി കാശ് കളയുമെന്ന് വെച്ചിട്ട് അമ്മയും മോനും കൂടെ താഴിട്ട് പൂട്ടിയിരിക്കുക. ഇതിൻ്റെ അപ്പുറം ചാടി കടന്നിട്ടുണ്ട്. ചോദിച്ചിട്ടില്ലേ എന്ത് പദ്ധതി ഒപ്പിക്കാനാ പാതിരാത്രിക്ക് പുറത്തേക്ക് പോയെന്ന്? എന്നെ കാനഡയ്ക്ക് വിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാ പറ്റില്ല. അച്ഛാ മുഖത്തോക്കച്ചാ, അച്ഛാ മുഖത്തോക്കാൻ. നിങ്ങളുടെ കേസ് പൊട്ടി പാലിസായില്ലേ? നിങ്ങളുടെ വൈരാഗ്യം കാരണേ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലുണ്ടായി. നാട്ടുകാരനെ ഇപ്പം എന്താ വിളിക്കണമെന്നറിയോ? തീട്ടൻ ഷീനൂന്ന്. അതിന് ഞാനാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞ? പോയി ബാക്കിയുള്ള ഹൈക്കോടതിയിലെ വക്കീലന്മാരും കൊണ്ടുപോയി. എൻ്റെ ഏട്ടാ, ഈ കാർ എന്തെങ്കിലും റോഡ് കണ്ടുണ്ടോ? നീ പോടാ. The case for caste census. ചേട്ടാ നല്ല നാറ്റമുണ്ട് കേട്ടോ. നാറ്റം മാറിയിട്ടില്ല. കുഴപ്പമില്ലെന്ന് വിചാരിക്കരുത്, നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞു. പേടിക്കണ്ട, വഴിയുണ്ട്. നാട്ടുകാർക്ക് നാറ്റം മാറ്റാൻ 2 കുപ്പിയും കൂടെ അങ്ങ് പൊട്ടിച്ചാൽ മതി. ഹലോ സാർ, മാധവ മന്ദിരത്തിന്ന് മാധവനാണ്. ഒരു ചെറിയ സന്തോഷം, ചെറുതല്ല, കുറച്ച് വലിയ സന്തോഷം. മാധവൻ കേസ് ജയിച്ച് നീ നാട്ടുകാരെ അറിയട്ടെ. അല്ലാതെ ആ അതെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങളെത്തി. ആ വാ 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 വാ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. ബാക്കി നാട്ടിൽ ഇന്നത്തെ പാർട്ടിയോടെ തീർന്നോളൂ. ഞാൻ വിറ്റിറക്കിക്ക് വരെ ഇവിടെ കണക്കുണ്ട്. ഈ കാണിക്കലൊന്നും കുഴപ്പമില്ലല്ലേ? അച്ഛൻ പൊടിക്കട്ടെ, ഞാൻ എന്തായാലും പൊളിക്കാൻ പോവാ.
മാധവ ആ. നീ പറഞ്ഞില്ലേ പരിപാടി ഒന്ന് കൊഴിപ്പിക്കാൻ അതെ. ചെന്നൈ നിറക്കിയതാ കസ കസ പൊളിക്കോടാ. മജീദേ കൊള്ളാലോടാ. ഫ്രണ്ടേ ഓടിച്ചിട്ട് പിടിക്കടാ. എന്നാലേ നെയ്യ് ഇറങ്ങൂ. അതെന്തിനാ? അരമണിക്കൂർ അവൻ നിർത്താതെ ഓടണം. അപ്പൊ അവന്റെ നെയ്യിറങ്ങും, കോഴിയുടെ നെയ്യിറങ്ങും. ഈ നെയ്യിറങ്ങിയ കോഴിയെ തേങ്ങാ വറുത്തരച്ച് കുരുമുളകിട്ട് വെക്കണം. അപ്പോ എരിവ് തലേ കയറും. ഫ്രണ്ടേ കമോൺ. കമോൺ കോഴി. എന്റെ ഏട്ടാ പറമ്പിലിട്ട് ഓടിച്ച കോഴിയെ കിട്ടത്തില്ല. അച്ഛാ അച്ഛാ ആ അച്ഛൻ എന്ത് പണി കാണിക്കണത്? എന്ത്? എല്ലാ മാസവും ലോൺ ഞാനല്ലേ അടക്കണത്. ഈ സ്ഥലം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. മുമ്പിൽ നിന്ന് മാറിക്കടാ ഇഡിയറ്റ്. കോഴി അങ്ങനെ ടർഫിൽ തൂടിട്ടാണ്ടല്ലോ. ഓക്കെ റെഡി. പിടിച്ചോ വിട്ടോ. ആ ഓടിക്കോടാ ഓടിക്കോടാ. ഓടിച്ചാ മതിയോ? ഓട് 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 കോഴി. നീ ഓടിക്കോടാ ഓടിക്കോ. ഓട് കോഴി ഓട്. നെയ്യ് ഇറങ്ങട്ടെ നെയ്യ് ഇറങ്ങട്ടെ. ആ കോഴി കോഴി മാധവൻ ചേട്ടൻ കോഴിയെ പിടിച്ചേ. കണ്ടോടാ ഫ്രണ്ടേ. എടാ ഇതേ സ്വയംഭം സാധന ഈ കേസ് ജയിച്ചു എന്ന് പറഞ്ഞത് ശരിയാണോടാ? പിന്നെ കള്ളമാണ്. അലക്സാണ്ടർ വക്കീലൊന്നും ആരാ? ആരാ? വില്ലേജ് ഓഫീസറെ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ നിന്റെ പണിയൊക്കെ ഇറക്ക. ഇതേ നിന്റെ കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ലോ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ എന്റെ പണിയൊക്കെ പോ. കരട് പോകുമ്പോ വെള്ളം വേണ്ടേ? തലൈവർ മാധവനണ്ണ എങ്ങനെയുണ്ട്? ഫ്രണ്ടേ ലെവല് വേറെ ലെവല് പവർ പുതിയ പവറ് ടെറർ ടർണിംഗ് പോയിന്റ് ഇതിൽ നമ്മള് വിന്നറ് ലെവല് വേറെ ലെവല് പവർ പുതിയ പവറ് ടെറർ ടർണിംഗ് പോയിന്റ് ഇതിൽ നമ്മള് വിന്നറ് ഗോളടിച്ചേ ഗോളടിച്ചേ
കപ്പടിക്കാൻ വന്നവനോ അപ്പ് വെച്ചേ ഗോളടിച്ചേ ഗോളടിച്ചേ വിസിയടിച്ചേ കപ്പടിക്കാൻ വന്നവനോ അപ്പ് വെച്ചേ നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യനെ വെറുതെ തീറ്റിക്കാൻ? എത്ര നേരം ഞാൻ വിളിച്ചു, മൊബൈൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് ഫോൺ ചത്തുപോയെന്ന്. ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഇന്നത്തെ ദിവസം നല്ല വിശപ്പില്ല. നീ എവിടെ നിന്ന്? ആ പോളച്ചാ. ശങ്കുണ്ണി, ആ നമ്മുടെ മാധവൻ പാർട്ടിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ആരെ? നമ്മുടെ മാധവനെ, അവൻ മരിച്ചടാ. കുറെ നേരം കൊണ്ട് നിന്നെ വിളിക്കാൻ ശ്രമിക്കുന്ന. ഞാൻ പിന്നെ വിളിക്കാം. നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു നോക്ക്. കുറച്ചുകൂടെ കഞ്ഞി എടുത്തുണ്ടോ? അത് കൊള്ളാം, വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട്. ദാ കഞ്ഞി. ഇതെന്താ? ഇതാണ് വിശപ്പില്ല എന്ന് പറഞ്ഞത്. ഇതെങ്ങോട്ടാ പോകുന്നത്? എന്താ പ്രശ്നം? എന്താ? എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. എടി, ഇവിടെ കിടന്ന ഷർട്ട് എവിടെ ഞാൻ ഇട്ടോണ്ട് വന്ന? അത് ഞാൻ നനയ്ക്കാനെടുത്തു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പറയാതെ നനയ്ക്കാൻ എടുക്കരുതെന്ന്. എന്നാൽ ഇയാൾക്ക് ഇതെങ്ങനെ വരാൻ തോന്നി? ഇതാരാ നോക്കി? ശങ്കുണ്ണേട്ടാ, എന്താ ഇവിടെ? ചെരുപ്പൂരിടം വന്ന്.
അതെ അച്ഛൻ മരിച്ചു. മരിച്ചവരോട് ഒരു മര്യാദ കാണിക്കണ്ടേ? ഏ? എല്ലാരും ഇങ്ങനെ നിന്നാ മതിയാ? ചടങ്ങ് നടത്തണ്ടേ? ഡേ പുറത്തു പോയി രണ്ടുപേരെ വിളിച്ചോണ്ട് വന്ന്. രണ്ടുപേരെ വിളിച്ചോണ്ട് വരാൻ.